നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരത്തിൽ പോർച്ചുഗൽ ജയിച്ചു കയറി 2-1 അവർ നൈജീരിയയെ പരാജയപ്പെടുത്തിയത്. 5-0 അല്ലെങ്കിൽ ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള വിജയമോ അല്ല താൻ ട്രൈ ചെയ്തതെന്നും ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുക, കഴിയാവുന്നത്ര താരങ്ങൾക്ക് കളിക്കാൻ അവസരം കൊടുക്കുക, ഇതൊക്കെയാണ് സന്നാഹ മത്സരത്തിലൂടെ താൻ ശ്രമിച്ചതെന്നും കളിക്ക് ശേഷം കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുകയുണ്ടായി. മത്സരത്തിൽ പോർച്ചുഗലിനായിട്ട് പെഡ്രോ നെറ്റോയും ഫ്രാൻസിസ്കോ കോൺസിസാവോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് എഗോർ ആഡംസാണ് നൈജീരിയയുടെ ഗോൾ നേടിയത്. പോർച്ചുഗലിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഫ്രാൻസിസ്കോ ട്രിങ്കാവോ, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ, വിറ്റീഞ്ഞ, ജാവോ നെവസ് തുടങ്ങിയവരൊക്കെ അണിനിരന്നു. കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോയിലൂടെ പോർച്ചുഗൽ ലീഡെടുത്തതാണ്. എന്നാൽ 37-ാമത്തെ മിനിറ്റിൽ അഗോർ ആഡംസിലൂടെ നൈജീരിയ ആ ഗോൾ മടക്കി. പിന്നെ ഇത് സന്നാഹ മത്സരമാണ്, ഫ്രണ്ട്ലി മത്സരമാണ്. രണ്ടാം പകുതിയിൽ നിരവധി സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടന്നു. ജാവോ കൺസേലയും തോമസ് അറൗഹോയും റെനാറ്റോ വെയ്ഗയും ന്യൂനോ മെൻഡസും ബെർണാഡോ സിൽവയും റൂബൻ നെവസും സാമു കോസ്റ്റയും ജാവോ ഫെലിക്സും ഫ്രാൻസിസ്കോ കോൺസിസാവോയും ഒക്കെ രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. പിന്നീട് ക്രിസ്ത്യാനോയെ ഒക്കെ പിൻവലിക്കുന്നത് കളി 65 മിനിറ്റിലേക്ക് എത്തുമ്പോഴാണ്. ക്രിസ്ത്യാനോയെ പിൻവലിച്ച് ഗോൺസലോ റാമോസ് എത്തി. 80 മിനിറ്റിന് ശേഷം ന്യൂനോ മെൻഡസിന് പകരം മാത്യസ് ന്യൂനസും എത്തി. ഏതായാലും ഈ കളിയിൽ അവരുടെ വിജയ ഗോൾ പിറക്കുന്ന 75-ാമത്തെ മിനിറ്റിലാണ്. ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ ഗോളാണ് പോർച്ചുഗലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അത് അദ്ദേഹത്തിൻ്റെ കിടിലൻ ഫിനിഷിങ് കാണിക്കുന്ന, ഫിനിഷ് ചെയ്യാൻ അദ്ദേഹം മിടുക്കനാണ് എന്നത് കൃത്യമായി കാണിക്കുന്ന ഒരു ഗോളായിരുന്നു. ഏതായാലും 2-1 വിജയമാണ് പോർച്ചുഗൽ ഈ മത്സരത്തിൽ നേടിയിരിക്കുന്നത്. ഇനി വേൾഡ് കപ്പിനായിട്ട് അമേരിക്കയിലേക്കുള്ള പോക്കാണ്. അതേസമയം ഇന്നലെ മറ്റൊരു മത്സരം ഇംഗ്ലണ്ട് വിജയിച്ച് കയറുകയുണ്ട്. ആരാധകർ ഉറ്റുനോക്കിയ കളിയാണ്. എന്നാൽ 9-ാമത്തെ മിനിറ്റിൽ തന്നെ ഡെക്ലൻ റൈസിലൂടെ ഇംഗ്ലണ്ട് ലീഡെടുത്തു. പിന്നീട് 68-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ഗോർഡൻ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. 87-ാമത്തെ മിനിറ്റിൽ വാറ്റ്കിൻസ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് ഇംഗ്ലണ്ട് കോസ്റ്റാറിക്കയ്ക്ക് മേൽ നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.